ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ഒരുമനപ്പെട്ട് ദൈവശബ്ദത്തിൻ്റെ മുമ്പിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരു അവസരം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകലിൽ അല്പനിമിഷം ചിന്തയ്ക്കായി ആമേൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതിൻ്റെ 76-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു, ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ. ആമേൻ. ഇവിടെ ആസാബിൻ്റെ ഒരു സങ്കീർത്തനം. ആസാബ് ഈ സങ്കീർത്തനത്തിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ചില വാക്യങ്ങളുണ്ട്. സ്തോത്രം. 8, 9, 10 വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിലാണ് ദൈവം ഈ അധ്യായത്തെ കണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കൂ, അപ്പോൾ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ ഒരു വില്ലേജിനെ മുഴുവൻ കഷ്ടത്തിലാക്കിയിരിക്കുക. പക്ഷേ ഭൂമിയിലുള്ള വ്യക്തികളെല്ലാം വിധികൾ കൽപ്പിക്കുമ്പോൾ ആ വിധിക്കകത്തൊന്നും നിൽക്കാൻ കഴിയാതെ ജനം നിലവിളിയോട് നിലവിളിയാ. പക്ഷെ ഇവിടെ 8-ാമത്തെ വാക്യം പറഞ്ഞത് സ്വർഗ വിധി കേൾപ്പിച്ചു. സ്തോത്രം. അപ്പോൾ വിധി എവിടെ നിന്നാ വരുന്നേ? ദൈവപൈതലേ, നിനക്കുള്ള വിധി വരുന്നത് ഇവിടത്തെ കോടതിയിലൊന്നുമല്ല. നിനക്കും ഉള്ള വിധി വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സന്തോഷിക്കാം. ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു മനുഷ്യനായിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത്, ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേഖലയ്ക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവ പൈതലിനെ വിധി കൽപ്പിക്കുന്നത് ഈ ഭൂമിയിലെ വിധിയല്ല. സ്തോത്രം. ഈ ഭൂമിക്കകത്തുള്ള വിധിക്കൊരു പരിമിതിയുണ്ട്. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ ആ കൽപ്പനയ്ക്കകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. എന്നാൽ ഇവിടെ ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുന്ന ആസാബ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ജീവിതത്തിനകത്ത് ആമേൻ ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കി, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അവിടെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവം ആമേൻ സ്തോത്രം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റ്. ആമേൻ. നോക്കിക്കേ, ദൈവം എന്ത് ചെയ്തു? ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, അമർന്നിരുന്നു. സ്തോത്രം. അപ്പോൾ എന്താണ്? കർത്താവ് ആമേൻ സ്തോത്രം ഒരു അഭിഷക്തന് വേണ്ടി എണീക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിലെ ആമേൻ ഉന്നതമായ കോടതികൾ, ആമേൻ, ആമേൻ, ഈ ലോകത്തിലുള്ള കോടതികൾ, ആമേൻ, ഈ ലോകത്തിൽ മുഴുവനുമുള്ള ആമേൻ സ്തോത്രം പ്രഖ്യാപനങ്ങൾ ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്. നോക്ക്, 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി എന്ത് ചെയ്തു? ഭയപ്പെട്ട് അമർന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് എണീക്കുമ്പോൾ സകലതും അമർന്നിരിക്കും. ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ആമേൻ ദൈവം എണീക്കാൻ പോകുക. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ആരുടെയൊക്കെയോ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നിങ്ങളുടെ ആരാധനയിൽ, ആമേൻ നിങ്ങളുടെ വചനധ്യാനത്തിൽ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽക്കുന്ന നിമിഷം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുതൽ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ അടുത്തിരിക്കുന്ന നിമിഷങ്ങളിൽ
ഈ പ്രഭാതത്തിൽ സ്വർഗം പറയുന്നു, അതിൻ്റെ നിലയിലുള്ള ക്രമീകരണങ്ങളും അതിൻ്റെ നിലയിലുള്ള കാര്യാദികളും സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അയച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. എത്രയോ നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എനിക്കൊരു അനുകൂലമായൊരു വിധി നീ തരണമേ അപ്പാ. ആമേ, എന്നെ നീ കാണുന്നില്ലയോ? എൻ്റെ കരച്ചിൽ നീ കേൾക്കുന്നില്ലയോ? എൻ്റെ സങ്കട യാചനകൾക്ക് നീ ചെവി തരുന്നില്ലയോ എന്നൊക്കെ എത്രയോ നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന് ഈ പ്രഭാതത്തിൽ സ്വർഗം നിന്റെ പ്രാർത്ഥനയ്ക്കായി എണീക്കാൻ പോകുക. സ്വർഗം നിന്റെ പ്രാർത്ഥനയ്ക്കായി എണീക്കുമ്പോൾ, ആമേ, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവിന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഈ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. നിനക്ക് വേണ്ടി ദൈവം എണീക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനുഷ്യൻ നിന്റെ നേരെ ആമേ എത്ര പ്രശ്നങ്ങൾ ഉളവാക്കിയാലും ദൈവം നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ എണീറ്റ് കഴിഞ്ഞാൽ ആർക്കും അതിനകത്തുനിന്ന് പുറത്ത് ആമേൻ സ്തോത്രം പോകാൻ കഴിയത്തില്ല. ദൈവ പൈതലേ, ആമേൻ, നിനക്ക് വേണ്ടി മാത്രം, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചില കാര്യാദികൾ ചെയ്യപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ, അത് നിന്റെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ആമേൻ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും ആമേൻ ഹല്ലേലൂയ ആമേൻ 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 നിയമിക്കപ്പെട്ട നിമിഷങ്ങളായി തീരുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ആമേൻ ആലോചന കൈമാറട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ ആവർത്തന പുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. ആമേൻ. ഇന്നല്ലേ ആമേൻ സ്തോത്രം, ആമേൻ, പൈസ കൊടുത്തു കഴിഞ്ഞാൽ വാക്കുകൾ മാറ്റിപ്പറയാൻ വരെ മടിക്കാത്ത ഒത്തിരി വ്യക്തികൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. സ്തോത്രം. പക്ഷേ പരിശുദ്ധാത്മ പറയുന്നു, ഒരു വ്യക്തിയുടെ മുഖം പോലും നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ തീർക്കാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ എണീറ്റിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ വായിച്ചത് കണ്ടോ? സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അടുത്തു പറയുന്നത്, ഭൂമിയിലെ സാധുക്കളെ ഒക്കെയും രക്ഷിപ്പാൻ. ആമേൻ. നമ്മെ രക്ഷിപ്പാൻ, ആമേൻ, എന്നെ രക്ഷിപ്പാൻ, നിങ്ങളെ രക്ഷിപ്പാൻ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ സാധുക്കളെ ആമേൻ ചേർത്ത് പിടിക്കുന്ന ഒരുത്തൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പട്ടുപോയേനെ അല്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം പ്രത്യാശിക്കാം, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ വിഷയത്തിനായി ആമേൻ സ്തോത്രം ആമേൻ എഴുന്നേൽക്കുന്ന ആമേൻ നമുക്ക് വേണ്ടി സംസാരിപ്പാൻ ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇടപെടുവാൻ ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 9-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 7ഉം 8ഉം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ യഹോവ എഴുന്നേൽക്കും. ആമേൻ. യഹോവ എഴുന്നേൽക്കും. ആമേൻ. വാഴുന്നു. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ന്യായവിധിക്ക് അവൻ ആമേൻ പ്രൈസ് സിംഹാസനം ആമേൻ ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യഹോവ എന്നേക്കും എന്ത് ചെയ്യുന്നു? വാഴുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ വാഴുന്നു ഇന്ന് പകൽക്കാലം. എന്നാൽ യഹോവ എന്നേക്കും എന്ത് ചെയ്യുന്നു? വാഴുന്നു. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ന്യായവിസ്താരത്തിന് അവൻ സിംഹാസനം ഒരുക്കുന്നു. അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും. ജാതികൾക്ക് നേരെ ആമേൻ പ്രൈസ് ദി ലോർഡ് നേരോടെ ന്യായപാലനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ജാതികൾ എന്തെന്നറിയാമോ? നേരോടെ ന്യായപാലനം ചെയ്യാൻ നമ്മുടെ കർത്താവ് എഴുന്നള്ളി വരാൻ പോകും. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നമുക്ക് വേണ്ടി ഒരുത്തൻ എണീക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരുത്തൻ ഇന്ന് പകൽക്കാലം ആമേൻ മധ്യസ്ഥണപ്പാൻ ചേർത്ത് പിടിക്കുവാൻ ഒരു വ്യക്തി നമുക്ക് വേണ്ടി എണീക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു. ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ആ രക്ഷയ്ക്ക് വേണ്ടി ഒരു വിധി കൽപ്പിക്കുകയാണ്.
പ്രാർത്ഥിക്കാമോ? ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം, ഒരു വിധിക്ക് വേണ്ടി, ഒരു പ്രത്യാശയുള്ള വാക്കിന് വേണ്ടി, ഒരു അനുകൂല കാലാവസ്ഥയ്ക്ക് വേണ്ടി, അനുകൂലമായ ചില അവസ്ഥകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നോടാ ദൈവം പറഞ്ഞത്, നിനക്ക് വേണ്ടി സ്വർഗ്ഗമെണീക്കാൻ പോകുകയാ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ ദൈവം അനുഗ്രഹിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവേ. അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്വർഗ്ഗം അനുഗ്രഹിച്ചാട്ട്. ആമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.